ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ അവിടെ കാണിക്കുന്നത് നമുക്ക് ഈത്തപ്പഴം വെച്ചിട്ട് നമുക്ക് എങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു സോഫ്റ്റൊക്കെ ആയിട്ടുള്ള നല്ല കേക്ക് നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് വരാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനായിട്ട് വേണ്ടത് ഒരു 15 ഈത്തപ്പഴമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ കൂടുതൽ ഈത്തപ്പഴം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു മീഡിയം സൈസിലുള്ള ഒരു മധുരമാണ് കേക്കിന് വരുന്നത്. ഈ ഒരു 15 ഈത്തപ്പഴം ചേർത്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ കുറച്ച് ചെറിയ ഈത്തപ്പഴം കൂടിയാണ് കേട്ടോ. എന്നിട്ട് അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞിട്ട് കഴുകിയിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് അതിലേക്ക് ചൂടാക്കി വെച്ച ഒരു കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്ത് വെക്കാം കേട്ടോ. ഈത്തപ്പഴം അറിയാമല്ലോ കുറച്ചൊന്ന് ഹാർഡല്ലേ, അപ്പോൾ അരച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റോളം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്ക് അരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം മിക്സിയുടെ ജാറിലേക്ക് ഈ ഒരു കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ല പേസ്റ്റാക്കിയിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പം ആ സമയത്ത് നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് കൊക്കോ പൗഡർ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഒരു പിഞ്ച് ഓഫ് സോൾട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂണോളം ബേക്കിംഗ് പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അരിച്ച് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നില്ലേ ഉള്ളത്. എന്നിട്ട് അത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് അത് അവിടെ മാറ്റി വെക്കുക. അപ്പോൾ നമ്മൾ നേരത്തെ അരച്ച് വെച്ച് നമ്മൾ ഈത്തപ്പഴവും പാൽ ഒഴിച്ചിട്ടുള്ള ഒരു മിക്സ് ഉണ്ടല്ലോ, അത് വേറെ ആ ബൗളിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പേസ്റ്റാക്കി നമുക്കിതുപോലെ എല്ലാം നല്ല രീതിക്ക് തന്നെ അരച്ചെടുക്കണം. എന്നിട്ട് അതിലേക്ക് ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കട്ടെ. എന്നിട്ട് അതിലേക്ക് ഞാൻ 2 മുട്ടയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. 2 മീഡിയം സൈസിലുള്ള 2 മുട്ടയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. അപ്പം ആ മുട്ടയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല കേട്ടോ. ബീറ്ററും വേണ്ട, അതുപോലെ തന്നെ ഫോർക്കൊന്നും വേണ്ട. നമുക്കിതൊന്ന് ഈ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല കേക്ക് നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നോമ്പൊക്കെ കഴിഞ്ഞതുകൊണ്ട് ഈത്തപ്പഴമൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു ഈത്തപ്പഴം ഇതൊക്കെ വെച്ചിട്ട് വേസ്റ്റ് ആക്കാണ്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് നല്ല ഈസി ആയിട്ട് കഴിച്ചോളൂ കേട്ടോ. പിന്നെ അതുപോലെ തന്നെ സ്കൂളൊക്കെ കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു കേക്കും കൂടിയാണ് കേട്ടോ. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാമല്ലോ. ഓയിലും ഇല്ല, അതുപോലെ തന്നെ ഷുഗറും ഒന്നും ഇല്ലാത്ത നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കേക്ക് തന്നെയല്ല. അപ്പം നിങ്ങൾക്ക് മൈദക്ക് പകരം നിങ്ങൾക്ക് വീറ്റിൻ്റെ ആട്ടൻ്റെ ചപ്പാത്തി പൗഡറില്ല, അതും കൂടെ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ. മൈദപ്പൊടി ഒഴിവാക്കിയിട്ട് ചപ്പാത്തിൻ്റെ പൗഡർ ചേർത്ത് കൊടുത്താലും മതിയേ. എന്നിട്ട് അതും കൂടെ നമ്മൾ ഈ ഒരു ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ഈത്തപ്പഴം ചെറിയ ചെറിയ പീസസ് ആക്കിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഞാൻ ചോക്കോൻ്റെ ചോക്കോ ചിപ്സ് ഇല്ലേ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ വരുമ്പോൾ നല്ലൊരു കടിക്കാൻ നമുക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. ചോക്ലേറ്റിൻ്റെ അതും അതുപോലെ തന്നെ ഈത്തപ്പഴമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ കുറച്ച് നട്ട്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ബേക്കിംഗ് ട്രേയിൽ വെച്ചിട്ട് ഒന്ന് ബേക്ക് ചെയ്തെടുക്കാൻ കേട്ടോ വേണ്ടത്. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഒക്കെ ആയിട്ടുള്ള നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ഉണ്ടാക്കി നോക്കേ. അപ്പോൾ ഇതൊരു ചെറിയ കേക്കല്ല, അപ്പോൾ ചെറിയ കേക്കിന് വേണ്ടിയിട്ടുള്ള ഒരു കേക്ക് ടിന്ന് എടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ ഒരു സ്ക്വയർ ആക്കിയിട്ടുള്ള ഒരു കേക്ക് ടിന്നാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ബേക്കിംഗ് ഷീറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് ഷീറ്റ് ഇല്ലെങ്കിൽ ഓയിലും അതുപോലെ തന്നെ മൈദയും കൂടെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഒന്ന് വിതറി കൊടുത്തിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്തെടുത്താൽ മതിയേ. എന്നിട്ട് ഈ ഒരു ബാറ്റർ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബേക്കിംഗ് ടൈം എന്ന് പറയുന്നത് 180 ഡിഗ്രിയിൽ ഒരു 20 to 25 മിനിറ്റ്സാണ് ബേക്കിംഗ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അറിയാമല്ലോ, ആദ്യം ഒന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ട് ഓവൺ ഒന്ന് പ്രീ ഹീറ്റ് ചെയ്യാൻ വെക്കുക. എന്നിട്ട് 180 ഡിഗ്രിയിലേക്ക് ആക്കി കൊടുത്തിട്ട് ഒരു 20 to 25 മിനിറ്റ്സ് ബേക്ക് ചെയ്തെടുത്തിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കേക്ക് നമുക്ക് ഉണ്ടാക്കിയൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതിൻ്റെ മേലേക്ക് ഞാൻ കുറച്ചും കൂടെ ചോക്കോ ചിപ്സും അതുപോലെ തന്നെ ബാക്കിയുള്ള നട്ട്സും അതുപോലെ തന്നെ ഈത്തപ്പഴം അതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ഹെൽത്തി ആവും ചെയ്യും, നല്ല ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഈ ഒരു രീതിക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. അപ്പം ഡേറ്റ്സൊക്കെ നിങ്ങൾ ഡേറ്റ്സൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കിയാൽ നമുക്ക് നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു കേക്ക് നമുക്ക് കിട്ടുമല്ലോ. അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്ക് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് ബേക്ക് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഒരു 20 to 25 മിനിറ്റ്സ് വെച്ചപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നല്ല കേക്ക് നമുക്ക് കിട്ടും കേട്ടോ. നല്ല പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നല്ല സോഫ്റ്റും അതുപോലെ തന്നെ
നല്ലൊരു ടേസ്റ്റും ഉണ്ട് കേട്ടോ. ഈ ഒരു കേക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ഈത്തപ്പഴം ഇതൊക്കെ ഉള്ളതുകൊണ്ട് അപ്പം എല്ലാവരും ഈ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.